എല്ലാ കൂട്ടുകാരും നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാന്നുള്ളത് വീഡിയോയിലുണ്ട്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ വേഗം വീഡിയോ കാണാം. കറി വെക്കാനായിട്ട് 1 കിലോ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞത്, ചെറുതന്നെ മതി, അത്യാവശ്യം വലിപ്പമുള്ളത് വേണ്ട. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പുളിക്ക് ആവശ്യത്തിന് 3 കൊടംപുളി, ഒരു 10 വെളുത്തുള്ളി 2ആയി കീറിയെടുത്തത്, വലിയൊരു പീസ് ഇഞ്ചി, 2 പച്ചമുളക്. നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 സ്പൂണിൽ തന്നെ എടുക്കണം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് വേണ്ടത്. കറി വെക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് മൺചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീൻകറി വെക്കുമ്പോ എപ്പോഴും മൺചട്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് കൂടാൻ നല്ലത്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്ക. ഉലുവ നന്നായി പൊട്ടി വരട്ടെ. ഉലുവ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുക്ക. ഒന്ന് വഴറ്റിയെടുക്കാം. മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടണം. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി വാട്ടിയെടുക്കുമ്പോ ആ വെളുത്തുള്ളിന്റെ പച്ചക്കുത്തൊക്കെ മാറും. ഈ വെളുത്തുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞച്ച സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിന്റെ ആ ഒരു ഉള്ളിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോട്ടെ. വാടി വരുമ്പോ ഉള്ളി കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത്ര നമ്മൾ എടുത്തതിന്റെ പകുതിയായി കിട്ടും. കൂടുതലായ ഭയങ്കര മധുരമായി പോവാതൊക്കെ കുറച്ചെടുക്കുന്നത്. ഉള്ളിയും പച്ചമുളകൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ നടുക്കിലേക്ക് നമുക്ക് ഇതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അളവൊക്കെ പറഞ്ഞതാണ്. ഇനി 2 പ്രാവശ്യമായി പറയുന്നില്ല. എടുത്ത് വെച്ചാൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് അതിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി 2 തന്നെ എടുക്കണം. എന്നാൽ ആ കറിക്ക് ഒരു കട്ടിയും ഒരു പുളിയൊക്കെ ഉണ്ടാവുള്ളൂ. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് പുളി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. പുളിക്ക് ആവശ്യത്തിന് 3 കൊടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ കറിവേപ്പില, ഉപ്പ്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്ക. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്ക. ഈ സമയത്ത് പുളിയൊക്കെ നിറഞ്ഞു നോക്കണം. ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കണം. അപ്പോഴേ നമ്മൾ മീനിടുമ്പോ നന്നായിട്ട് പുളിയും എരിവും ഉപ്പൊക്കെ നന്നായി പിടിക്കുള്ളൂ മീനിലേക്ക്. തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മീനിലേക്ക് കുറച്ച് കുരുമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ മീൻ കഷ്ണത്തിനൊക്കെ കഴിക്കാനായിട്ട്. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കട്ടെ.
ഇനി ഇതിലേക്ക് ഓരോ ഏട്ടമീൻ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്ക. ഇതിന്റെ തലക്കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കറിയിൽ ഇടാനായിട്ട്. നല്ലൊരു രുചിയായിട്ട് ഏട്ടമീന്റെ തലയായിട്ടും കറി വെക്കാറുണ്ട്. ഇതിലേക്ക് കുറച്ച് ചാറിന് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്ക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്ക. വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം. മീൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കട്ടെ. ചാറൊക്കെ ഒന്ന് കുറുകി വരാനുള്ള സമയമായിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പൊ സ്റ്റവ് ഓഫ് ചെയ്യാ. ഇതിന് മേലെ കുറച്ച് പച്ച കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്ക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പച്ചക്കറിവേപ്പിലയും വെളിച്ചെണ്ണേന്റെ ഒക്കെ ഒരു ടേസ്റ്റ് മീനിലേക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങട്ടെ. ഏട്ടമീൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഏട്ടമീൻ കിട്ടുമ്പോ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.